الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്തു തൗബയിലെ സൂക്തം 70. أعوذ بالله من الشيطان الرجيم. ألم يأتهم نبأ الذين من قبلهم قوم نوح وعاد وثمود وقوم إبراهيم وأصحاب مدين والمؤتفكات أتتهم رسلهم بالبينات فما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. അലം യഅ്തിഹിം അവർക്ക് വന്നെത്തിയില്ലയോ നബഉല്ലദീന മിൻ ഖബ്ലിഹിം അവരുടെ പൂർവികരുടെ വർത്തമാനം, മുൻഗാമികളുടെ വർത്തമാനം. അഥവാ ഖൗമി നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനതയുടെ, ആദിൻ്റെയും സമൂദിൻ്റെയും, ഖൗമി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും, സുഹാബി മദിയൻ്റെ ആൾക്കാരുടെയും, ഷുഐബ് നബി അലൈഹിസ്സലാമയുടെ ജനത, വൽ മുഅ്തഫികാത്ത് കീഴ്മേൽ മറിക്കപ്പെട്ടവരുടെയും വർത്തമാനം അവർക്ക് വന്നെത്തിയിട്ടില്ലേ. അതത്തുഹും റുസുലുഹും അവർക്കൊക്കെയും അവരുടെ ദൂതന്മാർ വന്നു, ബിൽ ബയ്യിനാത്തി സ്പഷ്ടമായ തെളിവുകളുമായിട്ട്. ഫമാ കാനല്ലാഹു അല്ലാഹുവിന് അനുയോജ്യമല്ല, അല്ലാഹുവിന് യോജിച്ചതല്ല, ലിയദ്ലിമഹും അവരോട് അന്യായം ചെയ്യുന്നത്. വലാകിൻ എന്നാൽ കാനു അംഫുസഹും അവർ അവരോടു തന്നെ യദ്ലിമൂന അന്യായം ചെയ്യുകയാകുന്നു, അക്രമം ചെയ്യുകയാകുന്നു. ഒന്നുകൂടെ അർത്ഥം പറയാം. അലം യഅ്തിഹിം അവർക്ക് വന്നില്ലയോ നബഉല്ലദീന മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുള്ളവരുടെ വർത്തമാനം, അഥവാ പൂർവികരുടെ, മുൻഗാമികളുടെ. അവരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഖൗമി നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനത, ആദിൻ ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ജനതയായ ആദിൻ്റെ, സമൂദ സ്വാലിഹ് നബി അലൈഹിസ്സലാമയുടെ ജനതയായ സമൂദിൻ്റെയും, ഖൗമി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയുടെയും, സുഹാബി മദിയനിലെ ആൾക്കാരുടെയും, അസുഹാബ് കൂട്ടുകാരെന്നാണല്ലോ വാക്കർത്ഥം, അവർ മദിയൻകാർ എന്നർത്ഥം. വൽ മുഅ്തഫിക്കത്ത് പറഞ്ഞാൽ കീഴ്മേൽ മറിക്കപ്പെട്ടത്, കീഴ്മേൽ മറിക്കപ്പെട്ടു, ഭൂകമ്പമുണ്ടായി എന്നൊക്കെ. അതിൻ്റെ ബഹുവചനാണ് മുഅ്തഫിക്കാത്ത്, കീഴ്മേൽ മറിക്കപ്പെട്ടവരുടെയും വർത്തമാനം അവർക്ക് വന്നെത്തിയിട്ടില്ലേ. അതത്തുഹും റസുലുഹും ബിൽ ബയ്യിനാത്തി അവർക്കൊക്കെ വ്യക്തമായ തെളിവുകളുമായി അവരുടെ ദൂതന്മാർ വന്നു. ഫമാ അല്ലാഹു ആയിട്ടില്ല ലിയദ്ലിമഹും അവരെ ആക്രമിക്കുന്ന, അല്ലാഹു അവരെ ആക്രമിക്കുന്നവനല്ല എന്ന് ചുരുക്കം. വലാകിൻ എന്നാൽ കാനു അൻഫുസഹും യദ്ലിമൂൻ അവർ അവരോട് തന്നെ അക്രമം ചെയ്യുകയാകുന്നു. അർത്ഥം വളരെ വ്യക്തമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും നിരന്തരമായി പരാജയപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു താക്കീതാണ്. ഇവരുടെ പൂർവികർ ഇതിനേക്കാൾ കടുപ്പമുള്ളവരായിരുന്നു. ഒരു വളരെ മുമ്പ് പറഞ്ഞല്ലോ കഴിഞ്ഞ സൂക്തത്തിൽ, കല്ലദീന മിൻ ഖബ്ലിക്കും കാനു അശദ്ദ മിൻകും ഖുവ്വത്തൻ വഅക്സറ അംവാലൻ വഔലാദൻ മക്കളും പണവും സ്വാധീനവും സൗകര്യവും ഒക്കെ ഇവരെക്കാൾ, ഇപ്പോൾ ഈ ഖുറൈശികളിലെ നിഷേധികളെക്കാൾ, മുനാഫിക്കുകളെക്കാൾ സൗകര്യങ്ങൾ ഏറെ അധികമുണ്ടായിരുന്ന പൂർവികർ അവരാരൊക്കെയാണെന്ന് ഇവിടെ വിശദീകരിക്കണം. അത്തരം ആ പൂർവികരുടെ വർത്തമാനം അവർക്കറിയില്ലേ, അവർ കേട്ടിട്ടില്ലേ, അവരതൊക്കെ
കേൾക്കുന്നവരും അറിയുന്നവരുമാണ്. കാരണം തബൂക്കിനടുത്താണ് ശുഐബ് നബി അലൈഹി ഇസ്ലാമിയുടെ ജനത വസിച്ചിരുന്നത്. അതുപോലെ തന്നെ അവരുടെ യാത്രാമധ്യേ കച്ചവടത്തിന് വേണ്ടി അവർ സിറിയയിലേക്കും ഒക്കെ യാത്ര പോകുമ്പോൾ ആ വഴിയിലാണ് മുത്തഫിക്കാത്ത്. അതുപോലെ ഇങ്ങനെ സാലിഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ജനത നശിപ്പിക്കട്ട ഹിജ്ർ പ്രദേശം, ഇതൊക്കെ അവർ നിരന്തരം കാണുന്നതാണ്, കണ്ട് പരിചയിച്ചതാണ്, അവർക്ക് എന്താണ് സംഭവമെന്ന് അറിയുന്നതാണ്. അതാണ് അലം യഅ്തിഹിം നബഉല്ലദീന. നബ പറഞ്ഞാൽ നമുക്കറിയാലോ, വാർത്ത, വർത്തമാനം, ഗൗരവപ്പെട്ട വാർത്തക്കാണ് നബ എന്ന് പറയും. സാധാരണഗതിയിലെ ഒരു വാർത്തക്കാണ് ഈ ഖബർ എന്നാണ് പ്രയോഗിക്കാറുള്ളത്. പര്യായമായിട്ട് ഉപയോഗിക്കുമെങ്കിലും ഗൗരവപ്പെട്ട ഒരു വർത്തമാനത്തിനാണ് അല്ലെങ്കിൽ വാർത്തക്കാണ് നബ എന്ന് പറയുക. അലം യഅ്തിഹിം അവർക്ക് വന്നിട്ടില്ലയോ, നബഉ വാർത്ത, അല്ലദീന ഒരു കൂട്ടരുടെ, മിൻ ഖബ്ലിഹിം ഇവർക്ക് മുമ്പുണ്ടായിരുന്ന, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിരോധം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന, ഇസ്ലാമിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ശത്രുത പുലർത്തിക്കൊണ്ടിരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസരം കിട്ടിയാൽ കൊല്ലാൻ നടക്കുന്ന ഇവർക്ക് പൂർവികരുടെ ചരിത്രം ഒന്നും അറിയില്ല, അതൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല, അതവർക്ക് വന്നിട്ടില്ലേ. അതാണ് ഖൗമി നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ ജനത. എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം, നശിപ്പിക്കപ്പെട്ട ജനത. ആദിൻ സമൂദ്, ആദ് വിഭാഗം നമുക്കറിയാം, വളരെ കരുത്തരായിരുന്നു, വലിയ നാഗരികതയുടെ ഉടമകളായിരുന്നു, ശാരീരിക സാമ്പത്തികമായി ഏറെ മെച്ചപ്പെട്ടവരായിരുന്നു. നമുക്കറിയാം അവരുടെ ശാരീരിക ഘടന ഈത്തപ്പന തടി പോലെ വളർന്ന ശരീരത്തിന് കരുത്തുള്ള, അവരവസാനം വീണുകിടക്കുന്ന ഈത്തപ്പന തടികളെ പോലെയായി മാറി. സമൂദ് ഗോത്രം അതിഘോരമായ ഒരു സ്ഫോടനത്താൽ അവർ നശിപ്പിക്കപ്പെട്ടു. ഖൗം ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജനത പിൽക്കാലത്ത് നശിപ്പിക്കപ്പെട്ടതിൽപ്പെട്ടതാണ്. വസുഹാബി മദിയൻ നിവാസികൾ ശുഐബ് നബി അലൈഹി സ്വലാമയുടെ ജനതയായിരുന്നു. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ സാമൂഹ്യ തിന്മ. ജനങ്ങളെ കൊള്ളടിക്കുക, പണമുണ്ടാക്കുക, അതുതന്നെ, അതിന് എന്ത് മാർഗം അവർ ചെയ്യും, കൃത്രിമങ്ങൾ, അതായിരുന്നു അവരുടെ. വസുഹാബി മദിയൻ നിവാസികളുടെ ചരിത്രവും അവർക്ക് അറിയില്ലേ. വൽ മുത്തഫിക്കാത്ത് എന്ന് പറഞ്ഞാൽ ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ജനതയെ സംബന്ധിച്ചാണത് പറയുക. ഭൂമി കീഴ്മേൽ മറിക്കപ്പെട്ടുകൊണ്ട് പിൽക്കാലത്ത് ചാവുകടലിൽ ലയിച്ചു പോയ പ്രദേശമാണ് അവരുടേത്. ഭൂമി കീഴ്മേൽ മറിക്കപ്പെടുകയും ഈ മറിക്കപ്പെടുന്നതിനോടൊപ്പം ആകാശത്തേക്ക് ഉയർന്ന കല്ലുകൾ അവരുടെ മീതെ പതിക്കുകയുമായിരുന്നു. അതാണ് മുത്തഫിക്കാത്ത്. ഭൂമി കീഴ്മേൽ മറിക്കപ്പെട്ട ഒരു വിഭാഗമാണ് അവർ. ഇങ്ങനെ നശിപ്പിക്കപ്പെട്ട വിവിധങ്ങളായ ജനവിഭാഗങ്ങളുടെ ചരിത്രം അതിവർക്ക് അറിയില്ല എന്നുണ്ടോ? അതാണ് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഈ നിലപാട് നിങ്ങൾക്കൊട്ടും ഗുണകരമാകില്ല എന്നവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അത്തത്തുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, അവർക്ക് അവരുടെ ദൂതന്മാർ തെളിവുകളുമായി വന്നു. നിങ്ങളിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതുപോലെ. ഫമാ കാനല്ലാഹു അള്ളാഹുവിന് ഭൂഷണമല്ല, അള്ളാഹുവിന് അനുയോജ്യമല്ല എന്നൊക്കെ ഉള്ളതിന് പ്രയോഗിക്കുന്നതാണ്. ഫമാ കാനല്ലാഹു, അള്ളാഹുവിന് ഭൂഷണമല്ല. ലിയദ്ലിമഹും, അവരോട് അക്രമം ചെയ്യുക, അള്ളാഹു അവരോട് അക്രമം ചെയ്തതല്ല, പിന്നെ അവർ സ്വയം ചോദിച്ചു വാങ്ങിയത്. നമ്മുടെ നാട്ടിലൊരു പ്രയോഗം ഉണ്ടല്ലോ, തല്ലിന് ചേക്കൊലിച്ചാറ്, തല്ലിട്ടാൻ വേണ്ടി ചേക്കൊലിച്ച് ഏതുണ്ടാക്കുക, സ്വയം ചേക്കൊലിക്കാരൻ. ഈ കോഴികൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് ശബ്ദം ഉണ്ടാക്കണീനാണ് സാധാരണ പറയുക. ഇങ്ങനെ പഴയ ആൾക്കാരൊക്കെ പറയും തല്ലിന് ചേക്കൊലിച്ച് കാണാറ്. എന്താ അതിൻ്റെ അർത്ഥം? സ്വയം ശിക്ഷ വാങ്ങുന്നതിന് അർഹത ഉണ്ടാക്കുക, സ്വയം അതിന് അർഹതയായി മാറുക, സ്വയം അത് ചോദിച്ചു വാങ്ങുക. ഇതാണ്. അല്ലാതെ അള്ളാഹ് അവരെ ആക്രമിച്ചതൊന്നുമല്ല, അള്ളാഹ് അവരോട് അന്യായം ചെയ്തതല്ല, അവർ ശിക്ഷക്ക് മുറവിളി കൂട്ടിയതാണ്, അവർ ശിക്ഷ ചോദിച്ചു വാങ്ങിയതാണ്. അള്ളാഹ് അവരോട് നിരന്തരമായി പറഞ്ഞിട്ടുണ്ട്, ചെയ്യരുത്, ശിക്ഷിക്കപ്പെടും, അത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്, അള്ളാഹുവിൻ്റെ ചര്യയാണ്. അത് അവർ ചെയ്തില്ല. അപ്പോൾ ഫമാ കാനല്ലാഹു, അള്ളാഹു ആയിട്ടില്ല, ലിയളിമഹും അവരോട് ആക്രമിക്കുക എന്നുള്ളത്, അഥവാ അവരോട് അന്യായം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഭൂഷണമല്ല. വലാക്കിൻ, എന്നാൽ കാനു അവരായി തീർന്നു, അംഫുസുഹും അവരോട് തന്നെ, യളിമൂന അന്യായം ചെയ്യുന്നവർ, അഥവാ സ്വയം ഈ ശിക്ഷയിൽ ചെന്ന് ചാടിയതാണ് അവർ. സ്വയം അവർക്കറിയാം ഇങ്ങനെ പോയാൽ ശിക്ഷിക്കപ്പെടും. ഏതുപോലെയാണ് തീയിൽ ചവിട്ടിയാൽ പൊള്ളും. ആർക്കപ്പോൾ അതറിയാത്തത്? തീ ചവിട്ടിയാൽ പൊള്ളും. അവർ പോയി തീ ചവിട്ടിയാലോ
കൊള്ളൽ നിർബന്ധമാണ്. അതേമാതിരി നിങ്ങൾ ഈ ഏറ്റവും വൃത്തികെട്ട പ്രവാചകന്മാരെ ഉപദ്രവിക്കുകയും പലപ്പോഴും കൊല്ലുകയും ഇസ്ലാമിക ആദർശത്തെ എതിർക്കുകയും പരാജയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങൾ ഈ പോക്ക് പോയാൽ ആപത്തിൽ പെടും. അപ്പോഴും അവർ ആ പോക്ക് തന്നെ പോയി അവസാനം പോയി ആപത്തിൽ പെട്ടു. ഇനി അള്ളാഹിനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. ഫമാക്കാൻ അള്ളാഹു യളിമഹും, അള്ളാഹു അവരെ ആക്രമിക്കുകയില്ല. വലാകിൻ കാനു അൻഫുസഹും യളിമൂൻ, അവർ അവരോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാത്തരം ശിക്ഷകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ. സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി അള്ളാഹുവിനെ ഓർത്ത് അവനെ വിശ്വസിച്ച് അവൻ്റെ കൽപ്പനകൾ സദാസമയത്തും ജാഗ്രതയോട് കൂടി പാലിച്ച് ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.